ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിലെ ഞാൻ തന്നിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡിസ്കഷൻ ആദ്യം ചെയ്യാറുണ്ട്, കാരണം കുറച്ച് സംശയം ചോദിച്ചിട്ടുണ്ട് രണ്ടുപേര്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കോർഡിനേറ്റ് സെക്ഷനിലേക്ക് പോകാം. അപ്പം 2.4 സെക്ഷനായി നമ്മൾ ഡിസ്കസ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ കെന്നത്ത് ഹോഫ്മാനിലെ 2.4 സെക്ഷനായി നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സ്ക്രീനിൽ കാണുന്ന ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് പി ഓഫ് എക്സ് ഇസ് സ്പേസ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓവർ സം ഫീൽഡ് എഫ് വിച്ച് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ഇറ്റ് സബ് സ്പേസസ് എന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സബ് സ്പേസസ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി 4 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു സബ് സ്പേസ് ആവില്ല, കാരണം നമ്മളെ കണ്ടീഷൻ എന്തായിരുന്നു? അപ്പം ഈ W1 നമ്മളൊരു ആൽഫയും ബീറ്റയും എടുക്കുക, എന്നിട്ട് ഒരു സി നമ്മൾ ഫീൽഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ സി ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു W1 എന്നാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സബ് സ്പേസ് എന്ന് പറയും. ഇതിന് ശരിക്കും ബ്രേക്ക് ചെയ്തിട്ടും പറയാം. രണ്ട് കണ്ടീഷൻ, ചില ബോക്സിൽ രണ്ട് കണ്ടീഷനായിട്ട് പറയുന്നത്, അതായത് ആൽഫയും ബീറ്റയും W1 എടുത്തിട്ട് ആൽഫ പ്ലസ് ബീറ്റ W1 ഉണ്ടെന്ന് കാണിക്കണം. അതുപോലെ സി എഫ് എന്നും ആൽഫ W1 എടുക്കുകയാണെങ്കിൽ സി ആൽഫ ബിലോങ്സ് ടു W1 എന്നും കാണിച്ചാൽ മതി. അപ്പോൾ ഇത് രണ്ട് കണ്ടീഷനായിട്ട് ബ്രേക്ക് ചെയ്തിട്ടും ചില ബുക്സിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ രണ്ട് പോളിനോമിയൽസ് എടുക്കുകയാണ് ഞാൻ, 4 ഡിഗ്രി പോളിനോമിയൽ. ഇപ്പോൾ എക്സ് പവർ 4 എടുത്തു, അതുപോലെ ഇതെൻ്റെ ആൽഫയൊക്കെ എടുക്കുക. ബീറ്റ ഞാൻ മൈനസ് എക്സ് പവർ 4 എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കാണാം ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പം എക്സ് പവർ 4 പ്ലസ് മൈനസ് എക്സ് പവർ 4 അത് 0 പോളിനോമിയലായിരിക്കും അല്ലേ. അപ്പം അത് എന്തായാലും നമ്മുടെ ഈ W1 വരില്ല, കാരണം ഇതിൽ പോളിനോമിയൽസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി 4 ആണ്. അപ്പോൾ അതെന്തായാലും വരില്ല. ഇനി അതുപോലെ സെക്കൻഡ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി അറ്റ്ലീസ്റ്റ് 3 എന്ന് പറയുന്നത്, അതായത് രണ്ട് തേർഡ് ഡിഗ്രി, ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ ഞാൻ എടുത്തു, അതുപോലെ ഞാൻ ഒരു ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ എടുക്കുകയാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തേർഡ് ഡിഗ്രി അറ്റ്ലീസ്റ്റ് 3 അപ്പോൾ രണ്ട് തേർഡ് ഡിഗ്രി എടുക്കാം. അതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത്, കാരണം പെട്ടെന്ന് നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോ തേർഡ് ഡിഗ്രി എടുക്കുകയാണെങ്കിൽ അപ്പം ഇവിടെ ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ രണ്ട് പോളിനോമിയൽസ് എടുത്തു. അപ്പോൾ ഞാൻ ആൽഫ പ്ലസ് ബീറ്റ എടുക്കാൻ പോവാണ്. ലെറ്റ്സ് ടേക്ക് ബീറ്റ ആസ് മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 3x. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്താ വരിക? അത് 3 പ്ലസ് 3x എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് ശരിക്കും അവിടെ ഇല്ല, W2 ഇല്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? W2ഉം ഓപ്ഷൻ തെറ്റാണ്. ഇപ്പോൾ W1 ഓൾറെഡി നമ്മൾ ഓപ്ഷൻ തെറ്റാന്ന് കാണിച്ചു, അപ്പോൾ W2ഉം തെറ്റാണ്. ഇനി നമുക്ക് നോക്കാം W3യും W4ഉം രണ്ട് കണ്ടീഷൻസാണ് ചെക്ക് ചെയ്യുന്നത്. W3 നോക്കുകയാണെങ്കിൽ ഞാൻ തേർഡ് കേസിൽ ഞാൻ രണ്ട് വെക്ടേഴ്സ് എടുക്കാം. ഞാൻ ആൽഫ എക്സ് എടുക്കുകയാണ്, അതുപോലെ ബീറ്റയും എക്സിന് എടുക്കുകയാണ്. ഇവിടെ ഡിഗ്രി ഓഫ് പോളിനോമിയൽസ് അറ്റ് മോസ്റ്റ് 3 എന്ന് പറയുന്നുള്ളൂ, പ്ലസ് അപ് ടു 3 വി ക്യാൻ ടേക്ക്. അപ്പം ഇതിലെ കണ്ടീഷൻ പി ഡാഷ് ഓഫ് 0 1 ആയിരിക്കണം. അപ്പം ഇതിലിപ്പോൾ ഞാൻ ഇത് നമ്മളെ പി ഓഫ് എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ പി ഡാഷ് ഓഫ് എക്സ് എന്താ വരിക? പി ഡാഷ് ഓഫ് എക്സ് നമുക്ക് 1 വരും. ഈ കേസിലും നമുക്ക് പി ഡാഷ് ഓഫ് എക്സ് എന്താ വരിക? ഇത് അതായത് സെക്കൻഡ് വെക്ടർ നമ്മൾ എക്സ് ആക്കി എടുത്തിരിക്കുന്നത്. ഈ കേസിലും ഡെറിവേറ്റീവ് എടുത്താലും 1 വരും. അപ്പോൾ പി ഡാഷ് ഓഫ് 0 പറഞ്ഞാലും 1 തന്നെ വരിക, കാരണം ഇതൊരു 1 കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ 1 ആണ് കിട്ടുക. അപ്പോൾ ഈ കേസിൽ നമ്മൾ ക്യൂ ഓഫ് എക്സ് എടുക്കുകയാണെങ്കിൽ, ക്യൂ ഓഫ് എക്സ് എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ ക്യൂ ഡാഷ് ഓഫ് 0 നമുക്ക് 1 കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ക്യൂ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വീണ്ടും 1 എന്ന് വരും. അപ്പോൾ ക്യൂ ഡാഷ് ഓഫ് 0 1 തന്നെ വരും. അതായത് രണ്ട് പോളിനോമിയൽസും നമുക്ക് എടുക്കാം. W3 പോളിനോമിയൽസ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ജസ്റ്റ് അവരെ ക്ലോഷർ നോക്കുകയാണ്. ആൽഫ പ്ലസ് ബീറ്റ നോക്കുകയാണെങ്കിൽ അതായത് പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് എന്താ വരിക? പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് വരും, അതായത് 2x. അപ്പം ഇതാണ് നമ്മളെ പി ഓഫ് എക്സ് എങ്കിൽ പി ഡാഷ് ഓഫ് എക്സ് എന്താ വരിക? 2 വരും. അപ്പോൾ പി ഡാഷ് ഓഫ് 0 എന്താ? 2 ആയിരിക്കും, 1 ആവില്ല. അതിന് മീനിങ് എന്താ? ഇതും ഒരു സബ് സ്പേസ് അല്ല. കാരണം നമ്മൾ രണ്ട് വെക്ടേഴ്സ് ഈ സ്പേസിൽ നിന്ന് എടുത്തു, നമുക്ക് ഈ പ്രോപ്പർട്ടിനെ കാണിക്കാൻ പറ്റുന്നില്ല. ആൽഫ പ്ലസ് ബീറ്റ തന്നെ ഡസൻ ബിലോങ്സ് ടു W2 എന്നാണ് നമുക്ക് W3 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതും തെറ്റാണ്.
ലാസ്റ്റ് ഓപ്ഷൻ എന്താ പറയുക, ഡിഗ്രി ഓഫ് പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി അറ്റ് മോസ്റ്റ് 3 വിത്ത് പി ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0 ആണ്. സോ നമ്മൾ രണ്ട് പോളിനോമിയൽസ് എടുക്കുകയാണ്, ആൽഫയും ബീറ്റയും. ഓക്കെ, ആൽഫേനെയും ബീറ്റേനെയും പ്രത്യേകത, ആൽഫ നമുക്ക് പി ഓഫ് എക്സ് എടുക്കാം, ബീറ്റ നമുക്ക് പി ഓഫ് എക്സ് എടുക്കാം. അപ്പം ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ പി ഡാഷ് ഓഫ് എക്സ് പി ഡാഷ് ഓഫ് 0 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ക്യൂ ഓഫ് എക്സും ഇതിൽ എലിമെൻറ്റ് ഡബ്ല്യു ഫോളോ എലിമെൻ്റ് ആണെങ്കിൽ ക്യൂ ഡാഷ് ഓഫ് 0യും 0 ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ നമ്മൾ പി പ്ലസ് ക്യൂ, അതായത് നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ ഇവിടെ, അല്ലെങ്കിൽ പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ്, if you take p of x plus q of x whole dash എടുക്കുകയാണെങ്കിൽ അതെന്താ വരിക, പി ഡാഷ് എക്സ് പ്ലസ് ക്യൂ ഡാഷ് എക്സ് എന്ന് വരും. അപ്പം പി ഡാഷ് എക്സ് പ്ലസ് ക്യൂ ഡാഷ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0 അല്ലേ, നമുക്ക് കാണിക്കേണ്ടത് പി ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0 എന്ന്. അതായത് ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്താണെന്ന് അത് 0 എന്ന് കാണിക്കണം. അപ്പം ഇതെന്താ വരിക, പി ഡാഷ് ഓഫ് എക്സ് അറ്റ് 0 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി, കാരണം പിയും ക്യൂവും ഡബ്ല്യു ഫോറിലെ എലിമെൻറ്റ്സ് ആണ്. ഇപ്പോൾ പി ഡാഷ് ഓഫ് 0 0 ആയിരിക്കും, ക്യൂ ഡാഷ് ഓഫ് 0 ആയിരിക്കും. അപ്പോൾ ഇത് 0 പ്ലസ് 0 എന്ന് വരും, അപ്പോൾ 0 എന്ന് വരും. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെയാണ്. ഈ സെക്കൻഡ് കണ്ടീഷൻ എന്താ വെച്ചാൽ നമുക്ക് കാണിക്കേണ്ടത് സി ഇൻറ്റു പി ഓഫ് എക്സ് ഡാഷ് അറ്റ് 0 ഈക്വൽ ടു 0 എന്ന് കാണിക്കണം. അപ്പം ഇതെന്താ വരിക, സി ഇൻറ്റു പി ഡാഷ് എക്സ് എന്ന് വരും. ആൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ഇത് സി ഇൻറ്റു പി ഡാഷ് ഓഫ് 0 എന്ന് വരും. അപ്പോൾ 0 തന്നെ കിട്ടും അല്ലേ. ദാറ്റ് മീൻസ് സി പി ഡാഷ് സി പി ഓഫ് എക്സ് ഹോൾ ഡാഷ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്നാൽ 0 തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കേസിൽ അപ്പോൾ ഈ ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ശരിയായ ഓപ്ഷനാണ്. അതായത് W4 set of all problems of degree at most 3 with p dash of 0 equal to 0 is the correct option. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് പറയുന്നത് W is actually space of matrices with Aij is equal to 0 if I is even, be a subspace of M 5 by 5 of R, then dimension of W ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ ഉള്ള മെട്രിസസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും 5 by 5 മെട്രിസസ് ആണ്. ആൻഡ് Aij is 0 if I is even. So we have first row, second row, third row, fourth row and fifth row. അതായത് I ഈവൻ ആകുമ്പം, അതായത് റോസ് ഈവൻ റോസ് ആകുമ്പം Aij 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് റോ എന്തായാലും എൻട്രീസ് ഉണ്ടാവാം, ABCDE ഡിഫറെൻറ്റ് എൻട്രീസ് ഉണ്ടാവാം. സെക്കൻഡ് റോ ഒബിയസ്ലി ഇപ്പോൾ 0 ആയി, GHIJ. ഫോർത്ത് റോ വീണ്ടും 0 ആയി, KLMNO വേണ്ട, P എടുക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളെ മെട്രിസസിൻ്റെ ഫോം. ഈ സ്പേസിലുള്ള മെട്രിസസ് ഈ ഫോമിലാണ്. അപ്പോൾ ഇങ്ങനത്തെ മെട്രിസസ് collection of all matrices of this kind will form a subspace of M 5 by 5 of R. അങ്ങനെയാണെങ്കിൽ we have to find the dimension of this particular subspace. അപ്പം ഇവിടെ ഡയമെൻഷൻ എങ്ങനെ കിട്ടുക, കാരണം ഇവിടെ എല്ലാ എൻട്രീസും ഡിഫറെൻ്റ് ആണ്, റൈറ്റ്. സോ ഫോർ ഈച്ച് പൊസിഷൻ വി നീഡ് വൺ മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് പൊസിഷൻ നമുക്ക് എന്ത് കിട്ടണം, ഇങ്ങനത്തെ ഒരു മെട്രിക്സ് നമ്മുടെ കയ്യിൽ വേണം. ബാക്കി എല്ലാ എൻട്രീസും സീറോസ് ആണ്. ഓക്കെ, എല്ലാ എൻട്രീസും സീറോസ് വരും. പിന്നുള്ള എലിമെൻറ്റ് സെക്കൻഡ് എൻട്രി, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ സെറ്റ് ഓഫ് ഇങ്ങനത്തെ എല്ലാ മെട്രിക്സിനെയും സ്പാൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എലിമെൻറ്റ്സ് നമുക്ക് വേണം. ആ എലിമെൻറ്റ്സിൻ്റെ സെറ്റ് ഈ മൊത്തം ഈ സ്പേസിന് സ്പാൻ ചെയ്യും വേണം. ആ എലിമെൻറ്റ്സ് എല്ലാം ലിനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. സോ ഐ എം ട്രൈങ് ടു ഷോ യു റിസൾട്ട്, ഐ മീൻ എ പർട്ടിക്കുലർ basis. So A into this plus B into സെക്കൻഡ് പൊസിഷനിൽ 1, ബീൻ്റെ പൊസിഷനിൽ 1 എടുക്കാം, ബാക്കി എല്ലാം 0 എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എഴുതാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി 15 സച്ച് മെട്രിക്സ് കിട്ടും. ഓക്കെ, ഇൻ ദിസ് ഫോം ഇഫ് യു ട്രൈ ടു റൈറ്റ് C ടൈംസ് ഒരു മെട്രിക്സ് വരും. അതിൽ പ്രത്യേകത വെച്ചാൽ ഈ ഒരു പൊസിഷനിൽ 1, ബാക്കി എല്ലാം 0 ആയിരിക്കും. അപ്പം അങ്ങനെ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് മൊത്തം 15 മെട്രിക്സസ് കിട്ടും. അതായത് ഈ മോഡൽ 15 മെട്രിക്സ് കിട്ടും. ഈ 15 മെട്രിക്സസും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കാണിക്കാം.
ലീനിയർ കോമ്പിനേഷൻ 0 ആക്കി ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0 ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി 0 വരുമ്പോൾ ഇവിടുത്തെ 0 മെട്രിക്സ് 5/5 മെട്രിക്സ് വിത്ത് ഓൾ എൻട്രീസ് ആസ് സീറോസ്. ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടാം? നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ കോയഫിഷ്യൻസും 0 ആയിട്ട് കിട്ടും. സോ ഒബ്വിയസ്ലി ഒരു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ കേസിൽ നമുക്ക് ശരിക്കും 15 പൊസിഷൻസ് വരും അവിടെ. 1 2 3 4 5 അതുപോലെ 15 പൊസിഷൻസ് വരും. അപ്പോൾ ഈ കേസിൽ ആൻസർ ഡയമെൻഷൻ 15 ആണ് വരും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇത് മെട്രിക്സസ് റിലേറ്റഡ് ആയിരുന്നു. n is a positive integer and Hn be a space of all n by n matrices with entries in R satisfying Aij equal to ARS whenever I plus j equal to R plus s. സോ അതിപ്പോൾ ഒരു 5/5 കേസ് സപ്പോസ് എടുക്കാമെന്ന് വിചാരിക്കുക, ജസ്റ്റ് ഫോർ റെഫറൻസ്. I plus j equal to R plus s ആണ്, വേർ I j R s 1 to 6 n ഏത് വാല്യൂസ് വേണം എടുക്കാം. അത് ഫോർ എക്സാമ്പിൾ ഇപ്പം A12 എന്ന പൊസിഷൻ നോക്കുക നിങ്ങൾ. ഈ 1 2 ഉണ്ടല്ലോ, A12 1 plus 2 is equal to 2 plus 1, റൈറ്റ്? അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ A12ഉം A21ഉം സെയിം എൻട്രീസ് ആയിരിക്കും. അതാണ് ഇവിടുന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ A12 എന്താണോ നിങ്ങളുടെ അടുത്തുള്ളത് അത് തന്നെ ആയിരിക്കും A21 പൊസിഷനിലും ഉണ്ടാവുക. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ A13 എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പം A13 എടുത്താൽ A22 എടുക്കുക, A31 എടുക്കുക. ഈ എല്ലാ പൊസിഷനും കാണാം 1 plus 3 is equal to 2 plus 2 is equal to 3 plus 1. അപ്പം A13ഉം A22ഉം സെയിം ആണ്, കാരണം 1 plus 3 is equal to 2 plus 2 ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട്. അപ്പം A13ഉം A22 എന്താണ് സെയിം എൻട്രീസ് വരും. A11 വേറെ എൻട്രീസ് ഒന്നും കോമൺ ആയിട്ട് വരില്ല. അപ്പോൾ A22 എന്താണോ അത് തന്നെയാണ് A31 വരിക, കാരണം 2 plus 2 is equal to 3 plus 1. അപ്പോൾ ഇൻ ദാറ്റ് ഫാഷൻ നമുക്ക് ഇവിടെ എന്താ കിട്ടുകയെന്ന് വെച്ചാൽ ഇവിടെ എത്ര എലിമെൻറ്റ് ഈ ഒരു ഓക്കെ, സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുക വെച്ചാൽ നമുക്ക് അതായത് ഈ രണ്ട് എൻട്രീസ് എപ്പോഴും സെയിം ആയിരിക്കും അല്ലേ. അതുപോലെ ഈ എൻട്രീസ് എടുക്കുകയാണെങ്കിൽ മൊത്തം സെയിം ആയിരിക്കും. ആ ഫോമിലാണ് പോവുക. അതായത് ഇപ്പോൾ അടുത്ത ഒരു ബാക്ക്വേർഡ് ഡയഗണൽ എടുക്കുകയാണെങ്കിൽ ആ എൻട്രീസ് എല്ലാം സെയിം ആയിരിക്കും, കാരണം നമ്മൾ ആ ഇൻഡെക്സിങ് വെച്ചിട്ടാണ് നമ്മളിവിടെ കണ്ടീഷൻ പറയുന്നത്. അതായത് ഇവിടുത്തെ ഒരു എലിമെൻറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ എലിമെൻറ്റും പറയാൻ പറ്റും, ഈ എലിമെൻറ്റ് അറിയാമെങ്കിൽ ഈ ബാക്കിയുള്ള എല്ലാ എലിമെൻറ്റ്സും പറയാൻ പറ്റും, അങ്ങനെ. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊരു n/n മെട്രിക്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ചിന്തിച്ചാൽ നമുക്ക് അറിയാം. ഇപ്പോൾ ഒരു 2/2 മെട്രിക്സ് ആണെങ്കിൽ ഫസ്റ്റ് ഒരു എൻട്രി ഇവിടെ ഉണ്ടാവും, ഈ രണ്ട് എൻട്രിയും സെയിം ആയിരിക്കും, ഇവിടെ എൻട്രി ആയിരിക്കും. അപ്പോൾ മൊത്തം നമുക്ക് ശരിക്കും ഇവിടെ ഒരു A വരാം, ഇവിടെ B വന്നാൽ ഇവിടെ B തന്നെ വരണം, ഇവിടെ C വേണം. അപ്പോൾ ഇവിടെ ശരിക്കും 3 മെട്രിക്സ് മതി. 1 0 0 0 0 1 1 0 0 0 0 1 ഇങ്ങനത്തെ 3 മെട്രിക്സസ് മതി. ദാറ്റ് വിൽ ഫോം എ ബേസിസ്. അപ്പോൾ നിങ്ങളൊരു 3/3 കേസ് എടുക്കുകയാണെങ്കിൽ 3/3 കേസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് എൻട്രിക്ക് ഒരു മെട്രിക്സ് വേണ്ടി വരും, ഇവിടുത്തെ രണ്ട് എൻട്രീസിന് ഒരു മെട്രിക്സ് വേണ്ടി വരും, ഇവിടുത്തെ ഈ 3 എൻട്രീസിന് ഒരു മെട്രിക്സ് വേണ്ടി വരും, പിന്നെ ഈ രണ്ട് എൻട്രീസിന് ഒരു മെട്രിക്സ്, ഈ എൻട്രീസിന് വേറെ മെട്രിക്സ്. അപ്പോൾ A B എന്ന ഇവിടെ B വരും, ഇവിടെ C വന്നാൽ ഇവിടെയും C വരും, ഇവിടെ D വന്നാൽ ഇവിടെ D വരും, ഇവിടെ E വരും. അപ്പോൾ ഇൻഫാക്ട് യു നീഡ് എക്സാക്ട്ലി 1 2 3 4 5 മെട്രിക്സസ് ഹിയർ. അപ്പോൾ ആ ഫോം നിങ്ങൾ നോക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സാക്ട്ലി എത്രയാണ് വേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എത്ര നമുക്ക് വേണ്ടി വരിക? ഇൻ ജനറൽ n/n മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ എത്ര എണ്ണം വരും? we need how many elements at the basis? അപ്പോൾ നിങ്ങൾ ജനറലായിട്ട് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ജനറലായിട്ട് n/n മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു എൻട്രി ഇവിടെ വേണം, ഇവിടുത്തെ രണ്ട് എൻട്രിക്ക് ഒരു എൻട്രി വേണം, 3 എൻട്രീസ്, സോ ഓൺ എക്സെട്ര. ഇവിടെ എത്തുമ്പോൾ ഒരു n എൻട്രീസ് യു വിൽ ഹാവ്, റൈറ്റ്? n എൻട്രീസ് ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ കേസിനും ഓരോ മെട്രിക്സ് വേണ്ടി വരും. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ബാക്കിയുള്ളത് ഈ എലിമെൻറ്റ് പോയി ബാക്കി ഇവിടെ n-1 എലിമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ n-1 എലിമെൻറ്റിൽ വരുന്ന ഈ ഫസ്റ്റ് ഇവിടുത്തെ എലിമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു സെറ്റ് ഓഫ് എലിമെൻറ്റ്സ് ഉണ്ടാവും, അതിനൊരു മെട്രിക്സ് വേണ്ടി വരും. ഇങ്ങനെ ലാസ്റ്റ് ഒരു എൻട്രി ഇവിടെ ഉണ്ടാവും, അതിനൊരു മെട്രിക്സ് വേണ്ടി വരും. സോ ഇൻ ദാറ്റ് ഫോം n പ്ലസ് n-1 ദാറ്റ് ഈസ് ടോട്ടൽ 2n-1 മെട്രിക്സസ് ആയിരിക്കും നമുക്ക് വേണ്ടി വരിക. അപ്പോൾ ഈ കേസിൽ ഡയമെൻഷൻ ശരിക്കും വരിക 2n-1 ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ 3 ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കുട്ടികൾ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് ഇതൊക്കെയാണ്. അപ്പം ഈ കേസൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി കൃത്യമായി മനസ്സിലാവാൻ ജസ്റ്റ് ഒരു 5/5 കേസ് എടുത്തൊന്ന് എഴുതി നോക്കുക, അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി ബാക്കി സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക എന്നോട്. അപ്പം നമുക്ക് നമ്മളെ ടോപ്പിക്കിൽ നീങ്ങാം.
So in today's class we'll be discussing basically coordinates. അതിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് ഒരു ഓർഡേർഡ് ബേസിസ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ബേസിസ് എന്താ നമുക്കറിയാം. അപ്പോൾ നമ്മളൊരു വെക്റ്റർ സ്പേസ് ഓവർ എ ഫീൽഡ് എഫ് എടുക്കുമ്പോൾ വി ആർ ഏബിൾ ടു ജനറേറ്റ് എ ബേസിസ്. അതല്ലേ, ആ ബേസിസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ ബേസിസിലെ എലിമെൻറ്റ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും. സ്പാൻ ഓഫ് ആ ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഓഫ് ദ വെക്റ്റർ സ്പേസ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെറ്റ് നമുക്ക് ബേസിസ് എന്ന് വിളിക്കാം. അപ്പം ഈ ഓർഡേർഡ് ബേസിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. ആ എലിമെൻറ്റ്സിന് ഓർഡറിങ് ഉണ്ടാവുന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക. അപ്പം നമ്മൾ എടുക്കുന്ന R3/R വെക്റ്റർ സ്പേസ് എടുത്താൽ നമുക്കറിയാം ഇതൊരു ഈ സെറ്റ് 0 1 0 ഇത് സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്. അപ്പോൾ ഈ സെറ്റ് ഒരു സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്. ഇതിലെ എലിമെൻറ്റ്സിന് ഞാൻ പേര് കൊടുക്കണം. അതായത് ഇതാണ് എൻ്റെ α1, ഇതെൻ്റെ α2, α3. ഇപ്പോൾ ഞാൻ ഒരു ഓർഡറിങ് കൊടുത്തു. ഇത് ഫസ്റ്റ് വെക്റ്റർ, സെക്കൻഡ് വെക്റ്റർ, തേർഡ് വെക്റ്റർ. അപ്പോൾ അതൊരു ഓർഡേർഡ് ബേസിസ് ആയി. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ വരുന്നു. അതായത് എനിക്ക് ഇതിന് α1 കൊടുക്കാം, ഇതിന് α2 കൊടുക്കാം, ഇതിന് α3 കൊടുക്കാം. അപ്പോൾ അത് വേറൊരു ഓർഡേർഡ് ബേസിസ് ആയി. അതായത് α1, α2, α3 എന്നൊരു ഓർഡേർഡ് ബേസിസ്, വേറൊരു ബേസിസ് ആയി. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? നമ്മൾ എഴുതുമ്പോൾ ഈ ഓർഡേർഡ് ബേസിസ് എന്താ വരിക? ശരിക്കും 0 1 0 ആണ് നമ്മൾ α1, പിന്നെ 1 0 0 സെക്കൻഡ് വെക്റ്റർ, തേർഡ് വെക്റ്റർ 0 0 1. ആദ്യം നമ്മൾ എഴുതിയ കേസിൽ ആദ്യം എഴുതിയ പോലെയാണെങ്കിൽ നമ്മളെ ബേസിസ് എങ്ങനെ വരിക? ഫസ്റ്റ് വെക്റ്റർ ഇത് വരും, സെക്കൻഡ് വെക്റ്റർ ഇത് വരും, തേർഡ് വെക്റ്റർ ഇത് വരും. അപ്പോൾ നമ്മളൊരു ഓർഡറിങ് കൊടുക്കണം, അത്രേ ഉള്ളൂ. ഓരോ എലിമെൻറ്റ്സിന് ഒരു പർട്ടിക്കുലർ ഓർഡറിങ് കൊടുക്കണം. അതായത് ഇതാണ് ആദ്യത്തെ എലിമെൻറ്റ്, ഇതാണ് അടുത്ത എലിമെൻറ്റ്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ആ ബേസ് ഒരു ഓർഡർ ബേസായി മാറും. അത്രയേ ഉള്ളൂ പ്രത്യേകത. അപ്പോൾ നമുക്കത് എന്താ വെച്ചാൽ കോർഡിനേറ്റ്സ് ഡിഫൈൻ ചെയ്യാൻ അത് നമുക്ക് ഓർഡറിങ് വേണം. ഇല്ലെങ്കിൽ ശരിക്കും കോർഡിനേറ്റ്സ് നമുക്ക് വെൽ ഡിഫൈൻഡ് ആവില്ല. പല കേസിലും ഇപ്പോൾ നമ്മൾ ഓർഡറിങ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് വെക്ടേഴ്സിന് സെയിം കോർഡിനേറ്റ്സ് കിട്ടും. അപ്പോൾ അത് വെൽ ഡിഫൈൻഡ് ആവും. അപ്പം ഇവിടെ just define what is an ordered basis. If V is a finite dimensional vector space, an ordered basis for V is a finite sequence of vectors which is linearly independent and spans V. അപ്പം linearly independent ആയിട്ട് Vനെ സ്പാൻ ചെയ്യുന്ന ഒരു ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് വെക്ടേഴ്സ് ആണ് നമ്മൾ ഓർഡേർഡ് ബേസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ വാട്ട് ഐ ഹവ് ഗിവൺ. സോ വേറൊരു എക്സാമ്പിൾ നോക്കണമെങ്കിൽ എന്ത് വേണമെങ്കിൽ കൊടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ P4 എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു സ്റ്റാൻഡേർഡ് ബേസിസ് നമ്മളെ കയ്യിലുണ്ട്. 1x, x2, x3, x4. ഓക്കെ, പോളിനോമിയൽസ് വിത്ത് ഡിഗ്രി അറ്റ് മോസ്റ്റ് 4 ഓവർ സം ഫീൽഡ് എഫ്. അപ്പോൾ ഇവിടെ ഐ ഡിഫൈൻ ഓർഡർ ബേസിസ്. α1 ഞാൻ x എടുത്തു, α2 ഞാൻ x3 എടുത്തു, α3 ഞാൻ x4 എടുത്തു, α4 ഞാൻ 1 എടുത്തു, α5 ഞാൻ x2 എടുത്തു. So now my basis is actually an ordered basis, x cube, x power 4, 1, x2. അതായത് എൻ്റെ ഫസ്റ്റ് വെക്ടർ എപ്പോഴും α1 തന്നെ x തന്നെ ആയിരിക്കും. അത് മാറി x3 ആവില്ല, അല്ലെങ്കിൽ x4 ആവില്ല. അതാ ഉദ്ദേശിച്ചത് അവിടെ. അതുപോലെ സെക്കൻഡ് വെക്ടർ എപ്പോഴും x3 ആയിരിക്കണം, അല്ലാതെ 1ഉം x2 ഒന്നും ആവില്ല. So there is an ordering, a specific ordering has to be given to the vectors. Okay, so we'll discuss. നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് റിസൾട്ട് നോക്കാനുണ്ട് ഇതിൻ്റെ ബേസിൽ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറഞ്ഞു നമ്മൾ കോർഡിനേറ്റ്സ് അവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു അല്ലേ. അപ്പോൾ കോർഡിനേറ്റ്സ് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഓവർ ഫീൽഡ് എഫ് എടുക്കുകയാണ്. ആൻഡ് ബീറ്റ α1, α2, സെക്ടർ α n ഒരു ഓർഡേർഡ് ബേസിസ് ഓഫ് V എടുക്കുകയാണെങ്കിൽ ഫോർ എവറി ആൽഫ ബിലോങ്സ് ടു V there exists a unique n tuple x1, x2, etc. xn of scalar such that alpha can be written as summation I equal 1 to n xi alpha I. അതായത് x1 α1 plus x2 α2 എക്സെട്ര പ്ലസ് xn ആൽഫ എന്ന് എഴുതാൻ പറ്റും. അതായത് നിങ്ങൾ അത് എക്സാമ്പിൾ വെച്ചാൽ സിമ്പിളായിട്ട് എക്സാമ്പിൾ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങളൊരു P3 വേണ്ട, നമുക്ക് R3/R എടുക്കുകയാണെങ്കിൽ in this vector space if you take a basis 1 1 1 1 1 0 1 0 0. okay, so this is my α1, this is my α2, this is my α3. ഞാൻ ഫിക്സ് ചെയ്തു, ഓർഡറിങ് is fixed.
Now, if I take a vector 1, 3, 4, then I can write this as some x1 times first vector plus x2 times second vector plus x3 times third vector. Okay, so that means x1 plus x2 plus x3 is equal to 1. Just to compare here, multiply with compare here equations, positions compare നമുക്ക് equations കിട്ടും. x1 plus x2 plus 0 is equal to 3. So x1 plus x2 is equal to 3. And last one is x1 plus x2 into 0 plus x into 0 equal to 4. So x1 is equal to 4, right? So already x1 is 4. So x2 should be 3 minus x1, that is 3 minus 4 minus 1. Okay, and x1 plus x2 plus x3 1 ആണ്. അതായത് നമുക്ക് വേണ്ട x3 ആണ്. ഇപ്പോൾ x3 is 1 minus x1 minus x2. That is 1 minus x1 means is 4 minus x2 is minus 1. So plus 1 will come. So you get as something like 2 minus 4 minus 2. So here the 3 tuple or the coordinate for this particular vector is nothing but x1, x2, x3. That is x1 is 4, x2 is minus 1, and x3 is minus 2. So further in the discussion, നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുക ഒരു കോളം വെക്ടർ ആയിട്ടായിരിക്കും 4 minus 1 minus 2. ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യാം. ഫർദർ ഡിസ്കഷനിൽ നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, സോ ഇറ്റ് ഈസ് യുണീക്ക്. ദിസ് വാട്ട് വി ഹാവ് ഫൗണ്ട് ഈസ് യുണീക്ക്. അപ്പോൾ ഈ ആൽഫ 1, ആൽഫ 2, ആൽഫ 3 ഈ നമ്പേഴ്സ് ഫിക്സ് ചെയ്താൽ നിങ്ങൾക്ക് x1, x2, x3 കിട്ടും. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഈ ഓർഡറിങ് ചേഞ്ച് ചെയ്യാണ്. ഇപ്പോൾ ഇതിനെടുത്ത് ഇവിടെ ഇടുക, 110 എടുത്ത് ഇവിടെ ഇട്ടിട്ട് 111 ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ നമ്പേഴ്സ് ചേഞ്ച് ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് സെയിം വെക്ടറിന് വേറൊരു കോർഡിനേറ്റ് കിട്ടും. വി ഗെറ്റ് സം അതർ ത്രീ ട്യൂപ്പിൾ കിട്ടും നമുക്ക്. But that's why we are fixing this particular order for this elements in this basis. So we are taking an ordered basis, then we are defining coordinate. Ordered basis എടുത്തതിന് ശേഷമാണ് നമ്മൾ കോർഡിനേറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് യുണീക്ക് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മളോട് പറയുന്നത്. ദാറ്റ് ഈസ് ഇഫ് യു ടേക്ക് എ finite dimensional vector space over a field f and beta is equal to alpha 1, alpha 2, etc. alpha n is an ordered basis for V, then for every alpha belongs to V there is a unique n tuple x1, x2, etc. xn of scalars such that alpha can be written as in this form, right? So to show that it's unique, the unique ആണെന്ന് കാണിക്കാൻ സിമ്പിൾ ആണ്. സപ്പോസ് നമുക്ക് എടുക്കാം ഇത് യുണീക്ക് അല്ല എന്ന് എടുക്കാം, എന്നിട്ട് നമുക്ക് വേറൊരു റെപ്രസെൻറ്റേഷൻ ഉണ്ട് വിചാരിക്കുക. അതായത് നമുക്ക് വേറൊരു ട്യൂപ്പിൾസ് കിട്ടി, z1, z2, etc. zn കിട്ടി, ഫോർ വിച്ച് സെയിം ആൽഫ സെയിം വെക്ടർ നമുക്ക് സമ്മേഷൻ i ഈക്വൽ 1 to n zi ആൽഫ എന്ന് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുക. സപ്പോസ് വി ആർ ഏബിൾ ടു റൈറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, അങ്ങനെയാണ് നമുക്കറിയാം ആൽഫ രണ്ടും സെയിം ആണ്. സോ I can equate both right hand sides, right? And I can bring this to the LHS. I'll get summation I equal 1 to n xi minus zi alpha equal to 0. Since this alpha is the basis, any linear combination of this alpha is when you equate to 0, നമുക്കറിയാം ഈ കോഎഫിഷ്യൻസ് എപ്പോഴും സീറോസ് ആയിരിക്കും, കമ്പൽസറി സീറോസ്. കാരണം ആൽഫൈസ് എല്ലാം ലിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, അത് ബേസിസ് ആണ്. അപ്പോൾ ലിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 അസ്യൂം ചെയ്യുമ്പോൾ ഇതൊക്കെ കോൺസ്റ്റൻസ് ആയി മാറി. Linear combination of 0 equal to 0 when you equate, that implies that each of the constants are 0 provided our alpha is form a basis, right? They are linearly independent. If they are linearly independent, it is true. So since alpha is a basis, we can say xi equal to zi for all I, right? That means what we found it that alpha does not have two representations. Any രണ്ട് representations ഇല്ല, ഒറ്റ representation ഉള്ളൂ. It's nothing but alpha is summation I equal 1 to n xi alpha I, where xi is equal to zi. Like if you had another representation with zi, obviously they are going to be same. രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പ്രൂവ് ചെയ്തു xi is equal to zi for all I. So it's unique. Okay, so yeah, so that means if you fix a ordered basis, ഒരു ordered basis ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു എൻ ട്യൂപ്പിൾ നിങ്ങൾ എടുക്കുകയാണെങ്കിലും, ഇപ്പം ഈ എൻ ട്യൂപ്പിൾ നമ്മൾ എടുത്തു, ഇപ്പോൾ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളൊരു നമുക്കൊരു കോർഡിനേറ്റ് വെക്ടർ കിട്ടിയല്ലോ, അല്ലെങ്കിൽ 3 ട്യൂപ്പിൾ കിട്ടിയല്ലോ. ഇറ്റ് ബിലോങ്സ് ടു f3, റൈറ്റ്, r3, റൈറ്റ്. ഇവിടുത്തെ r3 എൻ്റെ ഫീൽഡ് ഇറ്റ് ബിലോങ്സ് ടു r3. സോ ഒരു വെക്ടർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക്
ഒരു കോർഡിനേറ്റ് കിട്ടും, അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെക്ടറും കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ 4 - 1 1 2 ഇവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫ 1 ആൽഫ 2 ആൽഫ 3 എല്ലാം അറിയാം, പൊസിഷൻസ് അറിയാം. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെക്ടർ തന്നെ കിട്ടും. സോ ദർ ഇസ് ആക്ച്വലി 1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ വെക്ടേഴ്സ് ഇൻ എഫ് പവർ n, അല്ലെങ്കിൽ ഇവിടെ R3 ആസ് വെൽ ആസ് ദ വെക്ടേഴ്സ് ഇൻ sorry, this 1 correspond, yeah, actually in this case ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ എഫ് പവർ എൻ വെക്ടർ സ്പേസ് ഓവർ എഫ് ആ പറയുന്നത്, എന്നിട്ട് എഫ് പവർ എന്നിൻ്റെയും ഈ വിൻ്റെയും വെക്ടേഴ്സ് തമ്മിൽ 1 കറസ്പോണ്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ എഫ് ആർ എൻ ആയിപ്പോയി, അതുകൊണ്ട് ഇവിടെ എടുത്ത ഈ R3 ഉദ്ദേശിച്ച എഫ് പവർ 3 ആണ്. ഓക്കെ, അതായത് നമ്മൾ R3ന്ന് നമ്മൾ ആണ് ഇവിടുന്ന് എലിമെൻറ്റ്സ് എടുത്തിരിക്കുന്നത്, 4 - 1 - 2. So there is 1 correspondence between elements between this as well as the elements in vector space. Okay, so that is what is told here. Okay, അതായത് ഏതൊരു എൻറ്റിപ്പിൾ എടുത്താലും നിങ്ങൾ എഫ് എൻ എടുത്താലും ഇറ്റ് ഈസ് എ കോർഡിനേറ്റ് ഓഫ് സം വെക്ടർ ഇൻ വി. ഈ വിയിലുള്ള ഏതെങ്കിലും ഒരു വെക്ടറിൻ്റെ കോർഡിനേറ്റ് ആയിരിക്കും. ഓക്കെ, so there is actually 1 correspondence between a set of all vectors in V and the set of all n tuples in f power n. So that is actually one interesting thing you must keep in mind, which follows from our definition, isn't it? Okay, so now ഞാൻ പറഞ്ഞു we will be denoting the coordinate matrix of alpha relative to the ordered basis beta. Okay, as this form. Either we'll put a square bracket over alpha and put a beta there. Beta is the basis which we are considering here, and the coordinate vector usually will denote in this form as a column vector, an n by 1 vector. Okay, where x1 x2 etc xn is the same coordinate n tuple. Okay, this is how we are going to denote the coordinate matrix, or the now after I'll call this the coordinate matrix of particular alpha relative to the ordered basis beta. ഇനി അങ്ങോട്ട് നമ്മൾ coordinate matrix എന്നേ പറയുള്ളൂ, coordinate vector coordinate vector എന്ന് പറയുന്നില്ല. So we'll just call it as coordinate matrix of alpha relative to the ordered basis beta. Okay, so we will see a result now. Okay, so we'll see the result now. It is an interesting result. It is basically talks about some relationship between the coordinates for a vector in terms of two bases. Okay, രണ്ട് ബേസിസ്, നമുക്കറിയാം basis is not unique, there are many bases, right? So we are just trying to find out some relationship between the coordinates of the vectors of the same vector in terms of two bases. Let's see how we can find it. നമുക്ക് നോക്കാം എങ്ങനെ കിട്ടാൻ നോക്കാം. So suppose dimension of V is n. Okay, suppose there are n vectors in the basis, and let the basis be B and it be represented by alpha 1 alpha 2 etc alpha n. And second basis നമുക്ക് എടുക്കാം alpha 1 dash alpha 2 dash etc alpha n dash. Second base നമ്മൾ എടുക്കുന്നത് beta dash എന്നാണ്. Let these be two ordered bases of V. ഇത് രണ്ടും Vയുടെ രണ്ട് ordered bases ആണെന്ന് വിചാരിക്കുക. Then there exists unique scalars Pij such that alpha j dash will be equal to summation I equal 1 to n Pij alpha I. This is Pij alpha I. That means you take alpha 1 dash and you try to represent the alpha 1 dash in terms of alpha is. So something times alpha 1 plus something times alpha 2 etc plus something times alpha n. Similarly, you take alpha 2 dash, represent it in terms of same vectors. Okay, represent it in terms of same vectors, and you can do that because it's a basis. You can do that because it's a basis, and each alpha is alpha 1 dash അവിടെയുള്ള elements ആണ്, v elements തന്നെയാണ്, കാരണം ഇത് basis ആണെങ്കിൽ ഇത് v elements തന്നെയാണ്. അപ്പം ആൽഫ 1 ഡാഷ് നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ ബേസിസിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റും, അതുപോലെ ആൽഫ 2 ഡാഷിന് എഴുതാൻ പറ്റും, അങ്ങനെ എല്ലാ എലിമെൻസിനും എഴുതാൻ പറ്റും. So this coefficients we are choosing as some Pij's. So this is actually P11, this is P12 etc P1n, this is P when j is 2, yeah I'm sorry, the summation നോക്കണം നിങ്ങൾ. Alpha 1 dash is going to be summation I equal 1 to n P1j alpha I, isn't it?
Yeah, so I think there is a mistake in what I've written. അല്ലേ? So alpha 1 dash means it is p11 alpha 1 plus p21 alpha 1 alpha 2, right? J ഫിക്സ്ഡ് ആണ് ഇവിടെ. J ഫിക്സ് ചെയ്തില്ലെങ്കിൽ I വേരി ആണ് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ശരിക്ക് എന്താ വരിക? ഇവിടെ 1 2 അല്ല, it's going to be 2 1 etc. It's going to be n1. Yes. ഇനി ആൽഫ 2 എടുക്കുമ്പോൾ ജെ ഫിക്സ് ചെയ്തു, അപ്പോൾ ഇവിടെ 2 ഫിക്സ് ആയി. ഇനി ഐ വേരി ചെയ്യുക, p12 p22 p32 അങ്ങനെ വരിക. അപ്പം p12 p22 etc. pn2. In this form alpha n dash എന്ന് പറഞ്ഞാൽ we'll have p1n alpha 1 plus p2n alpha 2 plus etc. plus pnn alpha n. Okay, so this so here you can see we have a matrix constructed. ഈ PIJs, if you take this PIJs, ഇത് ഇവിടെ ഒരു മെട്രിക്സ് ആക്കിയത് നമുക്ക് ഒരു P മെട്രിക്സ് അവിടെ കിട്ടും അല്ലേ? So obviously ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. There exists unique scalars PIJs is that for each alpha I can be represented in terms of this basis elements, isn't it? അതായത് ഈ എലിമെന്റ്സിനെ ലിയർ കോമ്പിനേഷൻ ആക്കി നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. യുണീക്ക് ആയിട്ട് ഈ PIJs എല്ലാം യുണീക്ക് ആണ്, isn't it? I will just tell why it is unique. I'll just show an example. Okay, if you have some people have confusion. ഇതൊരു ബേസിസ് ആണ്, ഇതൊരു ബേസിസ് ആണ്, അതുപോലെ ഇതൊരു ബേസിസ് ആണ്. Okay, so if I try to write, this is say beta dash. So beta dash ഒരു element, first element alpha 1 dash can be written as what? 1 times alpha 1 plus 1 times second element plus 1 times third element. Sorry, yeah, second element alpha 2 dash 1 1 0 something times 1 0 0 plus something times 0 1 0 plus something times 0 0 1, right? And the last one is 1 0 0, yes, something times 1 0 0 plus something times 0 1 0 plus something times 0 0 1. അപ്പം ഇവിടെ എന്താ വരിക? ഇവിടെ കമ്പൽസറിലി എന്ത് വരണം? 1 വരണം. ഇവിടെ കമ്പൽസറിലി എന്ത് വരണം? ഇത് ഈക്വൽ ആവണമെങ്കിൽ ഇവിടെയും 1 വരണം. ലാസ്റ്റ് എൻട്രി എന്താവണം? 0 ആണ്. സോ ദീസ് എലിമെന്റ്സ് ആർ ആക്ച്വലി യൂണിക്. ഇത് ചേഞ്ച് ആവില്ല. ഇപ്പോൾ കൂടെ 2 - 2 എടുക്കാതെ വർക്ക് ചെയ്യുമോ? ഇല്ല. So these elements, these coefficients that we are finding out here actually are nothing but unique elements, isn't it? Usually what we can do is, if you want, you can just put here constants c1 c2 c3 എടുക്കുക, 3 equations കിട്ടും, solve ചെയ്യുക. Okay, you get a case of unique solution. So it's going to be unique. So yeah, so we were here. So there exists unique scalars Pij such that alpha j dash is equal to summation I equal 1 to n Pij alpha I. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. Unique scalars exist, Pij's exist, for which this is possible. Now let x1 dash x2 dash etc xn dash be the coordinates of the given vector alpha in the ordered basis beta dash. അപ്പോൾ നമ്മൾ രണ്ട് ബേസസ് ഉണ്ട് നമുക്ക്, ബീറ്റയും ബീറ്റ ഡാഷും. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കാൻ പോണത് ഒരു വെക്ടർ ആൽഫ എടുക്കുകയാണ്. എന്നിട്ട് ആ വെക്ടറിൻ്റെ ഒരു ആൽഫ വെക്ടർ എടുക്കുക. നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നത്? ആൽഫ വി ആർ ടേക്കിംഗ് ഫ്രം വി. എന്നിട്ട് അതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. കോർഡിനേറ്റ് വെക്ടർ കണ്ടുപിടിക്കുക പറഞ്ഞാൽ നമ്മൾ ഈ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡാഷ് ആണ്. ബീറ്റ ഡാഷ് എലിമെന്റ്സ് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ആൽഫ 1 ഡാഷ് എക്സെട്ര ആൽഫ എൻ ഡാഷ്. അപ്പോൾ ആ വെക്ടറിനെ ഈ വെക്ടേഴ്സിൻ്റെ ആൽഫ 1 ഡാഷ് എക്സെട്ര ആൽഫ എൻ ഡാഷ് എന്ന വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി നമ്മൾ എഴുതുകയും ചെയ്യുക. എന്നിട്ട് ഈ x1 x2 എക്സെട്ര xn ആ കോഎഫിഷ്യൻസ് ആണ് നമ്മൾ കോർഡിനേറ്റ് വെക്ടർ ആയിട്ട് കിട്ടുക, അല്ലെങ്കിൽ കോർഡിനേറ്റ് വെക്ടേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. So we can just write this. It is possible because we can express any vector in V in terms of the basis elements. Beta dash is the basis, so we can express. ഇനി ഇതിനെ സമ്മേഷൻ നൊട്ടേഷനിൽ എഴുതി കഴിഞ്ഞാൽ സമ്മേഷൻ j equal 1 to n x j dash ആൽഫ j dash എന്ന് എഴുതാം, തെറ്റൊന്നുമില്ല. എന്നിട്ട് ഈ ആൽഫ j dash നമ്മൾ എന്താ കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഇത് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ
എഴുതിയിട്ടുണ്ടായിരുന്നു. ആൽഫ ജെ ഡാഷ് നമുക്ക് ഇങ്ങനെ യൂണീക്കായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് ആൽഫ ഐസിൻ്റെ ടേംസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ചില ആൽഫ ഐസിന് ലീനിയർ കോമ്പിനേഷൻ ആക്കി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന സാധനം ഈ ഐയും ജെയും മൊത്തം എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ ആദ്യം എഴുതിയിരിക്കുന്ന സാധനം കിട്ടും. x1 dash times p11 alpha 1 plus p21 alpha 2 etc. plus pn1 alpha n plus x2 dash into p12 alpha 1 etc. pn2 alpha 2 etc. അങ്ങനെ കിട്ടും. ആൻഡ് വാട്ട് ഐ എം ട്രൈങ് ടു ഡു ഇസ് ഞാൻ ഇതിലുള്ള ആൽഫ വണ്ണിൻ്റെ ടേം എല്ലാം ക്ലബ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യും. x1 dash into p11 അതാണ് ഈ എൻട്രി. അതുപോലെ x2 dash into p12 അതാണ് ഈ എൻട്രി. അപ്പോൾ ഈ ആൽഫ വണ്ണിൻ്റെ ടേംസ് ഒക്കെ ക്ലബ് ചെയ്തു എനിക്ക് ഇങ്ങനെ കിട്ടി. ആൽഫ ടുവിൻ്റെ ക്ലബ് ചെയ്തു ഇങ്ങനെ കിട്ടി. അതുപോലെ ആൽഫ എൻ്റെ ക്ലബ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് സമ്മേഷൻ നൊട്ടേഷനിൽ എഴുതാണ്. സമ്മേഷൻ ഐ ഈക്വൽ 1 to n, സമ്മേഷൻ ജെ ഈക്വൽ 1 to n, പി ഐ ജെ എക്സ് ജെ ഡാഷ് ഇൻറ്റു ആൽഫ ഐ എന്ന് എഴുതാണ്. ഓക്കെ, സോ വാട്ട് വി ഹാവ് അൾട്ടിമേറ്റ്ലി ഷോൺ ഇസ് നിങ്ങളുടെ വെക്ടർ വി സ്റ്റാർട്ടഡ് വിത്ത് ആൽഫ, ആ ആൽഫ ഇസ് എക്സ്പ്രസ്ഡ് ആസ് സമ്മേഷൻ ഐ ഈക്വൽ 1 to n, സമ്മേഷൻ ജെ ഈക്വൽ 1 to n, പി ഐ ജെ എക്സ് ജെ ഡാഷ് ആൽഫ ഐ, ഇങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ഇനി നമുക്കറിയാം ആൽഫ ബിലോങ്സ് ടു വി ആൻഡ് alpha 1, alpha 2, etc. alpha n, we have a basis, right? Beta. So with respect to that beta, there exists coordinates, isn't it? Coordinate vector for alpha. അത് നമ്മൾ x1 x2 etc. xn ഒരു കോർഡിനേറ്റ് വെക്ടർ വരിക xn. അപ്പോൾ now there exists x1 x2 etc. xn uniquely such that alpha can be written as summation I equal 1 to n xi alpha I. Okay, so since these xi's are uniquely determined, okay, it's actually uniquely determined. So here you can see നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, നിങ്ങൾക്ക് ഈ xi's എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് കിട്ടും. So you'll basically get nothing but from 1 and 2 you'll get xi is equal to summation j equal 1 to n pij xj dash where 1 less than equal to I less than equal to n എന്ന് കിട്ടും. Okay, that means x1 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി p11 x1 dash plus p12 x2 dash etc. plus p1n xn dash എന്ന് കിട്ടും. Okay, where I is here I is fixed, j is varying inside this thing. Okay, so x2 എന്ന് പറഞ്ഞാൽ p12 x1 dash etc. plus ഇങ്ങനെ കിട്ടും. അതായത് ഒരു ആൽഫ എന്ന വെക്ടറിൻ്റെ ഇതെല്ലാം എന്താ വരിക, ആ കോർഡിനേറ്റ് വെക്ടറിലുള്ള എലിമെൻറ്റ്സ് ആണ് അല്ലേ, ആ ടേംസ് ആണ്. ഇപ്പോൾ x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞ സംഭവം വേറെ ഒന്നുമല്ല, നമ്മളെ ആൽഫേൻ്റെ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ കോർഡിനേറ്റ് വെക്ടറാണ്. ഈ x1 dash x2 dash എക്സെട്ര വരുന്ന നിങ്ങളാ വെക്ടർ ഉണ്ടല്ലോ, x1 dash x2 dash etc. xn dash, that is nothing but your alpha coordinate vector with respect to beta dash. So what you can see here is that when you expand for all I, you are getting something like this, a system you are getting like something of some linear equations of that form. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇതിന് ജസ്റ്റ് ഒന്ന് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആയിട്ട് എഴുതാം. വേർ എക്സ് ഇസ് ദിസ് വെക്ടർ, full vector is x, this is your x dash, and p is the corresponding matrix, p matrix here, where you can see p11 p12 p1n, every entries are there. We just take those entries and form the matrix p11 p12 etc. p1n. ഈ എലിമെൻറ്റ്സ് യൂസ് ചെയ്യുക, എന്നിട്ട് ആ മെട്രിക്സ് ഫോം ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, ഇവിടെ നിങ്ങൾ എക്സൈസിന് നിങ്ങൾക്ക് you can write simply x is nothing but p into x dash എന്ന് എഴുതാൻ പറ്റും. where x is the coordinate matrix of alpha with respect to beta, and x dash is nothing but the coordinate matrix of alpha with respect to beta dash. ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു റിലേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഒബ്വിയസ്ലി ഈ റിലേഷൻ നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം ഇനി beta and beta dash are linearly independent sets, isn't it? Beta and beta dash are linearly independent sets. So if x is 0, okay, what we are going to say is that if x is 0, if and only if x dash is equal to 0, that's what we are going to prove next. Okay, so we know beta and beta dash are linearly independent sets in V. അപ്പം if x is 0, that means your coordinate vector is 0. That means what? Your alpha is what? 0 vector. ഈ എല്ലാ xi's ഉം zeros ആണ്. അപ്പോൾ എന്താ വരിക, 0 times alpha 1 plus 0 times alpha 2 etc. plus 0 times alpha n is actually 0. So alpha is 0 vector. So if x is 0, implies alpha is 0. And if you take the 0 vector and if you try to find the coordinate vector in terms of the second basis beta dash, it will be equal to some x1 dash alpha 1 dash plus x2 dash
alpha 2 dash etc plus xn dash alpha n dash, right? But in that case you can see uniquely that you'll be getting all xi's is equal to 0 അല്ല ഇത് സീറോ വെക്ടർ ആണെങ്കിൽ ഈ എക്സൈസ് എല്ലാം സീറോസ് ആയിരിക്കണം കാരണം ഈ ആൽഫ 1 ഡാഷ് ആൽഫ 2 എല്ലാം നോൺ സീറോ വെക്ടേഴ്സ് ആണ് ഇതിലുള്ള അപ്പോൾ എന്താ കിട്ടുക എല്ലാ ഈച്ച് ഓഫ് എക്സ് ഐ ഡാഷ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ് ഡാഷ് എന്നാൽ ഈ മൊത്തം വെക്ടർ എക്സ് 1 ഡാഷ് എക്സ് 2 ഡാഷ് എക്സ് എൻ ഡാഷ് 0 ആയിരിക്കും എന്ന് കിട്ടും അതായത് എക്സ് 0 ഇഫ് ആൻഡ് ഓൺലി എക്സ് ഡാഷ് ഈക്വൽ ടു 0 എന്ന് കിട്ടും okay but just now we proved that x is nothing but p into x dash, isn't it? So what do you get? X equal to 0 if and only if x dash equal to 0 for x equal to p dash px dash, or we can say px dash is equal to 0 if and only if x dash equal to 1. X is nothing but px dash, so px dash is equal to 0 if and only if x dash equal to 0 means what? When we can say that ax a is an n by n matrix, square matrix, you have a system of linear equation ax is equal to 0 if and only if x equal to 0 means what? It has only the only solution is actually zero solution means what? Yeah, your matrix A should be invertible matrix. This we have already discussed before. ഇത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇതിപ്പം നോൺ സീറോ സൊല്യൂഷൻ ഇതിനെ എക്സിസ്റ്റ് ചെയ്യുന്ന മീനിങ് എന്താ എ സിംഗുലർ ആയി പോകും ഇത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എക്സ് ഈക്വൾ ടു 0 if and only x equal to 0 means nothing but A will be actually invertible matrix. So in this case we can say P is an invertible matrix. In fact this result is actually there in theorem 7 of chapter 1, but it's actually an interesting result which we already discussed. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു റിസൾട്ടാണ് ഓക്കെ അപ്പോൾ പി ഒരു ഇൻവെർട്ടിബിൾ മെട്രിക്സ് ആണെന്നോട് കിട്ടുന്നുണ്ട് അപ്പം നമ്മളെടുത്തു നമ്മൾ റിസൾട്ട് എന്താ നമ്മളെന്താ കാണിച്ചതെന്ന് വെച്ചാൽ അതിന് മുമ്പേ ഇപ്പോൾ പി ഇൻവെർട്ടിബിൾ മെട്രിക്സ് ആണെങ്കിൽ പി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും സോ എക്സ് ഈക്വൽ ടു പി എക്സ് ഡാഷ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം പി ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് എഴുതാൻ പറ്റും പി ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ് എഴുതാൻ പറ്റും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം എക്സ് എന്ന ഇതാണ് എക്സ് എക്സ് കോർഡിനേറ്റ് വെക്ടർ ഓഫ് ആൽഫ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഈസ് ഈക്വൽ ടു പി ടൈംസ് എക്സ് ഡാഷ്. That's what we written in another form. അതേപോലെ x dash is equal to p inverse into x. So this is the interesting relationship between the coordinates of a single vector in two different bases. അപ്പോൾ നമുക്കൊരു p ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരു ഇൻവെർട്ടിബിൾ ആയിട്ടുള്ള ഒരു p കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും ഫോർ വിച്ച് x will be equal to p into x dash or x dash will be equal to p inverse x. ഓക്കെ അപ്പോൾ ഒരു വെക്ടർ നിങ്ങളുടെ കയ്യിലുണ്ട് രണ്ട് ബേസസ് ഉണ്ടെങ്കിൽ നമുക്കൊരു p മെട്രിക്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഫോർ വിച്ച് നമുക്ക് കോർഡിനേറ്റ്സ് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു മെട്രിക്സ് ഉണ്ട് അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു വെക്ടർ സ്പേസ് ഉണ്ട് യു ഹാവ് എൻ ആൽഫ ഓക്കെ രണ്ട് ബേസസ് ഉണ്ട് ബീറ്റ ആൻഡ് ബീറ്റ ഡാഷ് നിങ്ങൾക്ക് വേണ്ടത് ആൽഫേൻ്റെ ബീറ്റ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ യു വാണ്ട് ദ കോർഡിനേറ്റ് മെട്രിക്സ് സപ്പോസ് നിങ്ങൾക്ക് വേണം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പി മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് ഈ സെക്കൻഡ് മെട്രിക്സ് ഉണ്ട് സെക്കൻഡ് ബേസിസ് വിത്ത് റെസ്പെക്ട് ടു ദ സെക്കൻഡ് ബേസിസ് ഫൈൻഡ് ദ കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ആൽഫ എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഏതാ നിങ്ങൾക്ക് ഇത് കിട്ടും അതുപോലെ തിരിച്ച് വേണമെങ്കിൽ ഇതുപോലെ പി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് തിരിച്ചും കിട്ടും അപ്പോൾ ഈ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ലേറ്റർ ഓൺ ഓൾസോ വി ആർ യൂസിങ് ദിസ് പെർട്ടിക്കുലർ റിസൾട്ട് ഫോർ അവർ സ്റ്റഡി പർപ്പസ് ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ വേറെ നമ്മൾ തിയറം പ്രൂവ് ചെയ്തു ആ തിയറം ഇതാണ് let V be an n-dimensional vector space over the field F and beta dash be two ordered bases of V, then there exists a unique necessarily invertible n by n matrix is invertible n by n matrix P with entries in F such that the coordinate matrix of B is equal to P times the coordinate matrix of alpha with respect to beta dash. The coordinate matrix of alpha with respect to beta dash is equal to P inverse into coordinate matrix of alpha with respect to beta for every vector alpha belongs to B. And the columns of P are given by Pj is equal to coordinate vector of alpha j dash with respect to beta. Okay. So that is an interesting result. This result is an important result. Okay. So what we have proved is V is a n-dimensional vector space over the field F and beta dash are two ordered bases for V and ordered bases beta and beta dash ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ uniquely ഇങ്ങനത്തെ ഒരു P എക്സിസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത് ഈ ഒരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മൾ എന്താ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു പി നമ്മുടെ കയ്യിലുണ്ട് ഒരു ആൽഫ നമ്മുടെ കയ്യിലുണ്ട് വിത്ത് റെസ്പെക്ട് ടു ആൽഫ നമുക്ക് സോറി ഒരു ആൽഫ നമ്മൾ ഒരു ബീറ്റ ബേസിസ് നമ്മുടെ കയ്യിലുണ്ട് അങ്ങനെയാണെങ്കിൽ there exists a unique ordered basis beta dash for which these conditions are satisfied നമ്മൾ കാണിക്കാൻ പോകും. ഓക്കെ സോ വി ആർ ട്രൈങ് ടു ഷോ ദാറ്റ് ആ റിലേഷൻഷിപ്പ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു പി നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആൽഫ
എടുക്കുക വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഒരു കോർഡിനേറ്റ് മാട്രിക്സ് എടുക്കുകയാണ് നമ്മൾ എങ്കിൽ നിങ്ങൾക്ക് വേറൊരു ബീറ്റ ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റും. യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് or there exists a unique there is no not more than one beta dash which can be related here. ഒരൊറ്റ യൂണീക്ക് ആയിട്ടുള്ള ഓർഡർഡ് ബേസിസ് ബീറ്റ ഡാഷ് ഉണ്ടാവും for which these two conditions will hold for every vector alpha in V. So that is what we are going to prove here. Initially, last theorem what we have shown is that beta and beta dash both are available with us, two ordered bases, and we are showing the existence of the P. Now here we are showing that P and a basis B is with us, beta is with us. Now we are showing the existence of a unique ordered basis beta dash for V which satisfies these conditions. Okay, നമ്മൾ ഈ തീരത്ത് കാണിക്കാൻ പോകുന്നത്. Okay, well, let beta consists of the vectors alpha 1, alpha 2, etc. alpha n. നമ്മൾ basis എടുത്തിരിക്കുന്നത്. Okay, let beta consists of the vectors alpha 1, alpha 2, etc. alpha n. Then alpha j dash will be equal to summation I equal 1 to n pij alpha I. Okay, അതായത് you have vectors alpha 1, alpha 2, etc. alpha n with you. You have the vectors അല്ല, നിങ്ങൾ വലിയ vectors ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ summation I equal 1 to n pij alpha I, അതായത് p1 you fix j. Okay, j fix ചെയ്യുക, ഇത് j ആണ്, j fix ചെയ്യുക. അപ്പം p1 1 alpha 1 plus p21 alpha 2 etc. plus pn1 alpha n നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുക? ചൂസ് ഇറ്റ് ആസ് alpha 1 dash. Okay, you choose it alpha 1 dash. Similarly, you choose p12 alpha 2 plus p22 alpha 2 etc. plus pn2 alpha n you choose as alpha 2 dash. So obviously നിങ്ങളുടെ അടുത്ത് പി ഐ ജെസ് എല്ലാം നിങ്ങൾ കയ്യിലാണെങ്കിൽ നിങ്ങൾക്ക് പി മെട്രിക്സ് അറിയാം, ആൽഫ ഐസും അറിയാം. അപ്പം ഈ കോമ്പിനേഷൻസ് കിട്ടുന്ന വെക്ടേഴ്സ് നിങ്ങൾ ആൽഫ 1 dash alpha 2 dash etc. alpha n dash ആയിട്ട് ചൂസ് ചെയ്യാം. You choose it. So now we are going to show is that this is actually an ordered basis. So obviously it's an ordered basis because we have given the indexing for it now. So you just have to show it's a basis now. ഇതൊരു ബേസിസ് ആണെന്ന് കാണിക്കണം. അപ്പം ഈ പി ഐ ജെസും ആൽഫ എസും നമുക്ക് അറിയാം എല്ലാം given values ആണ്. So these are going to be unique numbers. It's not going to change, right? Alpha 1 dash is going to be a particular number, particular vector. So because these things are fixed, all these things are fixed, p i j's, all these things are fixed. Similarly these are also fixed. അപ്പോൾ ഇവിടെ ഓരോ കറസ്പോണ്ടിങ് വെക്ടർ ഒരു സിംഗിൾ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണ് കിട്ടുക. അപ്പോൾ ഈ വെക്ടേഴ്സ് ഇനി ബേസിസ് ആണെന്ന് മാത്രം കാണിച്ചാൽ മതി. ഇത് യുണീക്ക് ആണ്, കാരണം ഒറ്റ കേസേ വരുള്ളൂ. നിങ്ങളിത് ഇങ്ങനെ എടുക്കുമ്പോൾ ഒറ്റ കേസേ വരുള്ളൂ. അതുപോലെ ഒറ്റ സെറ്റ് ഓഫ് സിംഗിൾ സെറ്റ് ഓഫ് വെക്ടേഴ്സേ കിട്ടുള്ളൂ. അതുപോലെ ഇത് സ്പാൻ ചെയ്യുന്ന സ്പേസ് നമുക്ക് കാണിക്കണം വി ആണെന്ന് കാണിക്കണം, അതുപോലെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് പറയുന്നത് ബേസിസ് ആയി എന്ന് പറയാം. അപ്പോൾ നമ്മൾ എക്സിസ്റ്റൻസ് കാണിച്ചു. വി ഹാവ് ഷോൺ an existence of a beta dash, okay, for which these conditions will hold. I will show you that. So now we are going to show that it's a basis. ഇത് ബേസിസ് ആണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് കാണിക്കുന്നത് സ്പാൻ ഓഫ് ബീറ്റ. സ്പാൻ ഓഫ് ബീറ്റ അല്ല, നമ്മളെ ബീറ്റ ഡാഷ്. സ്പാൻ ഓഫ് ബീറ്റ ഡാഷ് ഇസ് ഇക്വൽ ടു വി എന്ന് കാണിക്കണം. ഓക്കെ, ഫോർ ദാറ്റ് പി ഈസ് ആക്ച്വലി ഇൻവെർട്ടിബിൾ മെട്രിക്സ്. യു നോ പി ഈസ് എ ഇൻവെർട്ടിബിൾ മെട്രിക്സ്. ഇപ്പോൾ പി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, പി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പം എന്ത് ചെയ്യുക? ക്യൂവിനെ നിങ്ങൾ പി ഇൻവേഴ്സിന് എടുക്കാം. യു ചൂസ് ക്യൂ ആസ് പി ഇൻവേഴ്സ്. ദെൻ summation over j qkj into alpha j dash, അതായത് you take alpha j dash, beta dash elements ആണ്. Okay, and you choose these particular qkj's. Summation over j qkj, k fix ചെയ്യുക, you fix a k. Okay, you fix a k, then you can talk about it. You fix a k. Now summation over j, k is some fixed number. Okay, k is fixed, so j varies from 1 to n here. So summation over j q j k alpha j dash. Okay, it can be written as summation over j q j k summation over I p I j alpha I, because just now we have chosen in this form alpha j dash equal to summation over this we have already chosen. So that means you can write like this. അപ്പോൾ ഈ ഒരു entity, this summation over j, these are some scalars, okay, from the matrix Q. Summation over j q j k alpha j dash എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? ഇതെന്താ സംഭവം? ഞാൻ പറഞ്ഞു k ഫിക്സ്ഡ് ആണ്. അപ്പം ഇറ്റ്സ് സംതിങ് ലൈക്ക് q1 k alpha 1 dash plus q2 k alpha 2 dash
plus etc plus q n k alpha n dash. Okay, this is what is this. അപ്പം ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, തെറ്റൊന്നുമില്ല. കാരണം ഈ ഓരോ ആൽഫ ജെ ഡാഷ് നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഐ എം ഗോയിങ് ടു എക്സ്പാൻഡ് ഇറ്റ്. ഞാൻ എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം. അപ്പം ഇതിന് ജസ്റ്റ് ജെ 1 എടുത്തിട്ട് ഞാൻ ഐ മൊത്തം ഇതിൻ്റെ അകത്ത് വേരി ചെയ്യും. കെ ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ടേം കിട്ടും. പിന്നെ ഞാൻ ജെ 2 എടുക്കുകയാണ്, എന്നിട്ട് ഞാൻ ഐ ഫുൾ വേരി ചെയ്യുക. അങ്ങനെ നമ്മൾ വേരി ചെയ്യേണ്ടത്. അതായത് ജെ പുറത്തുള്ള ടേം നമ്മൾ ഒന്ന് എടുത്തിട്ട് അകത്തുള്ള മൊത്തം വേരി ചെയ്യുക. അതിൻ്റെ അടുത്ത് ജെ അടുത്ത് റൺ ചെയ്യും, പിന്നെ അടുത്ത എലിമെൻറ്റ് എടുക്കുക, എന്നിട്ട് അകത്ത് ഫുൾ റൺ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ സമ്മേഷൻ നൊട്ടേഷൻ നമ്മൾ ബ്രാക്കറ്റ് സമ്മേഷൻ നൊട്ടേഷൻസ് നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുക. മീൻസ് അറിയാത്തവർക്ക് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഈ കേസിൽ നിങ്ങൾക്ക് സെക്കൻഡ് ടേമും കിട്ടും, അതുപോലെ ലാസ്റ്റ് ടേമും കിട്ടും. ഇനി what I'm going to do is I'm just going to club the elements containing alpha 1s. Okay, alpha 1s എടുക്കുക. ഇതൊക്കെ സ്കേലേഴ്സ് ആണ്, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് പോകും, ഇങ്ങനെ കിട്ടും. You will get terms like this. Okay, now the interesting part is that we know that q inverse is p, right? If q inverse is p, then you know that pq is going to be identity matrix, right? So random invertible, I mean its inverse is the other one. So this is your p matrix, this is your q matrix. One interesting thing you can see here, that when you multiply this, how do you do it? p11 into q11 plus p12 into q21 plus etc p1n into qn എന്നല്ല ചെയ്യാം നമ്മൾ. അങ്ങനെയല്ല മൾട്ടിപ്ലൈ ചെയ്യാം. ആ ടേം തന്നെ അവിടെ കിടക്കുന്നത് അല്ലേ, p11 into q, ഇവിടെ k ഫിക്സ് ചെയ്യാം, നിങ്ങൾ k 1 ആക്കി ഫിക്സ് ചെയ്യാം. അപ്പം p11 into q11 plus p12 into q21 etc plus p1n into qn2 n1 വരും അല്ലേ. ദാറ്റ് മീൻസ് ദിസ് ടേം. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെന്ന്. സെൻട്രൽ, ഐ മീൻ ദീസ് ആർ ഓൾ വൺസ് റിമൈനിങ് കംപ്ലീറ്റ്ലി സീറോ. സോ ദിസ് ടേം ഇസ് ഗോയിങ് ടു ബി വിച്ച് വൺ? ദിസ് ടേം ഇസ് ഗോയിങ് ടു ബി 1, isn't it? ഇത് 1 ആവും. കാരണം ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, പി ക്യു എന്താ വരിക, ശരിക്കും ഐ ആയിട്ടാണ് വരിക. കാരണം ക്യൂ പീൻ്റെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഈ എലിമെൻറ്റാണ് വരിക. അപ്പോൾ അത് 1 ആവും. പക്ഷേ ബാക്കിയുള്ള ടേമിൽ പ്രത്യേകം എന്താ, നിങ്ങൾ ഈ സെക്കൻഡ് ടേം എങ്ങനെ വരിക, ഇവിടുത്തെ ഈ 0 ടേം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് വരിക? അതായത് p11 ഇൻറ്റു q12 പ്ലസ് p12 ഇൻറ്റു q22 എക്സെട്ര പ്ലസ് p1n ഇൻറ്റു qn2 എന്നാണ് വരിക. ഇതല്ലേ ആ ടേം എന്തായി പോവും? ആ ടേംസ് ഒക്കെ സീറോസ് ആയി പോകും അല്ലേ. സോ യു ക്യാൻ സീ ഹിയർ, ഇതിൽ നോക്കുമ്പം ഈ ടേം നോക്കാം, p21 ഇൻറ്റു q1 if k is equal to 1, if you fix k equal to 1, p21 into q11, p21 into q11, p22 into q21, p22 into q21, അതായത് നമ്മൾ ഇവിടുത്തെ ടേമാണ് നോക്കുന്നത്. This term we are checking it, and this you can see if you multiply it's going to be 0, right? So this term becomes 0. അതുപോലെ ബാക്കി എല്ലാ ടേംസും ഇവിടെ 0 ആയി പോകും. അതാണ് പ്രത്യേകത. കാരണം ഇവിടെ എല്ലാം സീറോസ് ആണ്. നമ്മുടെ അടുത്തുള്ള ബാക്കി എലിമെൻറ്റ്സ് നമ്മളിങ്ങനെ ഈ എന്താ പറയുക, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ നമ്മൾ വിൽ ഗെറ്റ് ദിസ് എലിമെൻറ്റ്. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദിസ് എലിമെൻറ്റ്. സെക്ടർ ലാസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദി ലാസ്റ്റ് ഹിയർ 0 എലിമെൻറ്റ്. അപ്പം ആ കോപ്ഷൻസ് തന്നെ അവിടെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ 0 ആയി പോകുന്നതാണ്. അപ്പോൾ ഈ എൻട്രി മാത്രം 1 ആവും. അപ്പോൾ അതിൽ എന്താ കിട്ടുക, നമ്മൾ k 1 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൽഫ 1 കിട്ടും. ബാക്കിയെല്ലാം 0 ആയി പോകും. 1 ടൈംസ് ആൽഫ 1 കിട്ടും k 1 ആണെങ്കിൽ. അപ്പോൾ k 2 ആണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമുക്ക് അവിടെ ആൽഫ 2 ആ കിട്ടും. k 2 ആകുമ്പം ആൽഫ 2 ആ കിട്ടും. അപ്പോൾ ആൽഫ k 1 ആകുന്ന ദിവസം നമ്മൾ കറക്റ്റ് നോക്കി. അതുപോലെ നിങ്ങൾ നോക്കുക, you check when k is equal to 2 what happens to these terms. So when k is equal to 2, you get this term as 1, remaining all you'll get as, this term means this whole term you get as 1, remaining എല്ലാം 0 ആയി പോകും. So as a whole എന്താ കിട്ടുക എന്ന് വെച്ചാൽ, this summation over j qkj alpha j dash will be equal to nothing but we'll get as alpha k. Okay, you'll get something like this. So what you get, is നമുക്ക് ആൽഫ കെ ജനറേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ k equal 1 to എന്ന് പറഞ്ഞാൽ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എല്ലാം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി. ഇൻ ടേംസ് ഓഫ് വാട്ട്? ഇൻ ടേംസ് ഓഫ് ദീസ് വെക്ടേഴ്സ്. സമ്മേഷൻ ജെ ക്യൂ കെ ജെ ആൽഫ ജെ ഡാഷ് എന്നാൽ ആൽഫ കെ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ കെ നമ്മൾ കാണിച്ചു. ദാറ്റ് മീൻസ് ഈ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് എടുക്കുമ്പോൾ നമുക്ക് ഈ ആൽഫ ഐസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ മീനിങ് എന്താ? ദാറ്റ് മീൻസ് ദാറ്റ് സബ്സ്പേസ് സ്പാൻഡ് ബൈ ദ സെറ്റ് ബീറ്റ ഡാഷ്
because we are able to show the linear, each alpha case as the linear combination of vectors in this set. അപ്പം the subspace spanned by the set beta dash contains beta. ബീറ്റ എന്തായാലും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല. നമുക്ക് ഓരോ ആൽഫായസും കിട്ടി, അതിൻ്റെ അകത്തുണ്ടെന്ന് കിട്ടി അല്ലേ. ഇനി ആ സബ്സ്പേസ് വി തന്നെയാണോ എന്നാണ് ചോദ്യം. സോ ഇറ്റ് കണ്ടെയ്ൻസ് ദ ബേസിസ് ഇറ്റ് സെൽഫ്. വി എന്ന വെക്ടർ സ്പേസിൻ്റെ ഒരു ബേസിസ് ആണ് ബീറ്റ. നിങ്ങൾക്ക് കിട്ടിയ എന്താ വെച്ചാൽ സബ്സ്പേസ് സ്പാൻഡ് ബൈ ബീറ്റ ഡാഷ്. ഈ ബീറ്റ ഡാഷിലും n വെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, and these n vectors you have, and we are able to show that each of the alpha i's are basically represented, or like they belong to the subspace spanned by this set, or they can be represented as a linear combination of vectors in this set. That's what we are getting. So whether it is equal to v, that is the question now. We know that beta is a basis of v, and now we know that the span of beta dash, our beta is actually contained in span of beta dash. Okay, span of beta ഡാഷിൻ്റെ അകത്തൊരു സെറ്റാണ് ബീറ്റ എന്ന് നമുക്ക് കിട്ടി. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു വി എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അത് ശരിയാണോ? ഓക്കെ, സോ വാട്ട് വി ഹാവ് ലെഫ്റ്റ് ഔട്ട് ഇസ് ആക്ച്വലി നമുക്ക് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് കാണിക്കണം. അപ്പം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അങ്ങനെ കാണിക്കുന്നത് നമ്മൾ ഈ ആൽഫ ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് നമുക്ക് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതെ നമുക്ക് ഇനി കാണിക്കേണ്ടത് ശരിക്കും അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് കാണിക്കേണ്ടത് അല്ലേ. അപ്പം if you're taking some scalars like c1 alpha 1 dash plus c2 alpha 2 dash etc plus cn alpha n dash equal to 0 ആണെങ്കിൽ നമുക്ക് കാണിക്കണം each of the ci's are zeros എന്ന് കാണിക്കണം അല്ലേ. അപ്പം നമുക്കറിയാം ആൽഫ ഐ ഡാഷ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും in terms of alpha i's, using this relation നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ആൽഫ 1 dash എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ p11 alpha 1 plus p21 alpha 2 etc plus pn1 alpha n ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് എഴുതാം. ഓക്കെ, എന്തായിരുന്നു p alpha j dash is equal to summation I equal 1 to n pij alpha I. So I'll do one thing, I'll write it here itself. ഇവിടുത്തെ നമുക്ക് എഴുതാം ആ പ്രൂഫ് സെക്ഷൻ, അപ്പോൾ നമുക്ക് ക്ലിയർ ആവും. അപ്പം ഇത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് if c1 alpha 1 dash plus c2 alpha 2 dash etc plus cn alpha n dash is equal to 0 should imply each of the ci's are zeros. But each alpha 1 dash, you can see alpha 1 dash we can write as c1 times alpha 1 dash എന്ന് പറയുമ്പം p11 alpha 1 plus p21 alpha 2 etc plus pn1 alpha n plus c2 into alpha 2 dash എന്ന് പറയുമ്പം p12 alpha 1 plus p22 alpha 2 plus etc plus pn2 alpha n, and last we have cn times p1n alpha 1 plus p2n alpha 2 etc plus pnn alpha n, isn't it? So in this case നമുക്ക് എന്താ കിട്ടുക വെച്ചാൽ this is equal to 0, right? This is equal to 0. അപ്പോൾ ഈ ആൽഫ ഈ ടേംസ് ഒക്കെ ക്ലബ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? c11 p11 പ്ലസ് c1 p11 പ്ലസ് c2 p12 എക്സെട്ര പ്ലസ് cn p1n ടൈംസ് ആൽഫ 1 പ്ലസ് സെക്കൻഡ് ആൽഫ 2 ടേംസ് ക്ലബ് ചെയ്താൽ c1 p21 പ്ലസ് c2 p22 പ്ലസ് എക്സെട്ര പ്ലസ് cn p2n ടൈംസ് alpha 2 plus etc plus last c1 pn1 plus c2 pn2 etc plus cn pnn times alpha n equal to 0. So we know that beta is a set containing these vectors and is actually a basis. അപ്പം അതിന് ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 അസ്യൂം ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ കോഫിഷ്യൻസ് എല്ലാം 0 ആയി പോകും, കാരണം അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, isn't it? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക ഇതിനകത്ത് നിന്ന്? സോ വി ഗെറ്റ് സംതിങ് ലൈക്ക്
we get something like C1 P11 plus C2 P12 etc. plus Cn P1n equal to 0, C1 P21 plus C2 P22 etc. plus Cn P2n equal to 0 etc. C1 Pn1 plus C2 Pn2 plus etc. plus Cn Pnn equal to 0 എന്ന് കിട്ടും. ഇതിനൊരു മെട്രിക്സ് ഫോമിൽ എഴുതുകയാണെങ്കിൽ P11 P12 etc. P1n P21 P22 etc. P2n etc. Pn1 Pn2 etc. Pnn എന്ന മെട്രിക്സ് മൾട്ടിപ്ലൈ വിത്ത് C1 C2 etc. Cn ഈക്വൽ ടു 0 0 0 0 എന്ന് വരും. ശരിയല്ലേ? നൗ വി ഹാവ് വെരി ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ദാറ്റ് ഇതൊരു ഹോമോജനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. ഒരു പി ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 ഫോമിലാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒബിയസ്ലി നിങ്ങൾക്ക് അറിയാം C1 C2 Cn 0 എടുത്താൽ എന്തായാലും സൊല്യൂഷൻ ആയിരിക്കും എന്നറിയാം. പി എക്സ് ഈക്വൽ ടു 0 അല്ലേ. അത് എക്സ് നമ്മൾ എടുക്കുന്നത് C1 C2 etc. Cn ആണ്. ഓക്കെ, ഇത് വേരിയബിൾസ് ആയിട്ട് കണക്കാക്കുക. ഇത് നമുക്കറിയാം ഫിക്സഡ് മെട്രിക്സ് ആണ്. പി മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം പി എക്സ് ഈക്വൽ ടു 0 ഇതിൻ്റെ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു 0 ഒരു സൊല്യൂഷനാണ്. എക്സ് ഈക്വൽ ടു 0 എന്നാൽ C1 C2 etc. Cn എല്ലാം 0 എടുക്കുന്ന സൊല്യൂഷനാണ്. പക്ഷേ ഈ കേസിൽ ഇതൊരു യുണീക്ക് സൊല്യൂഷനാണ്. കാരണം പി ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ പി ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണെങ്കിൽ പി എക്സ് ഈക്വൽ ടു 0 ഒറ്റ സൊല്യൂഷൻ എന്നാൽ വേറെ ഒന്നല്ല, എക്സ് ഈക്വൽ ടു 0 ആണ്. നമ്മൾ തൊട്ട് മുമ്പത്തെ തീരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 മീൻസ് എന്താ, ഈച്ച് ഓഫ് ദി സി ഐസ് ആർ സീറോസ്. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് എന്ത് കിട്ടി, നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഈക്വൽ ടു 0 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി, ഈച്ച് ഓഫ് ദി സി ഐസ് ആർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് വി ആർ ഗെറ്റിംഗ് ആൽഫ 1 ഡാഷ് ആൽഫ 2 ഡാഷ് എക്സെട്ര ആൽഫ n ഡാഷ് ദീസ് വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്, അവരെ സ്പാൻ അതായത് ബീറ്റ ഡാഷിൻ്റെ സ്പാൻ നമുക്ക് ഫുൾ വെക്ടർ സ്പേസ് കിട്ടുകയും ചെയ്ത്, രണ്ടാമത് ആ വെക്ടേഴ്സ് എല്ലാം നിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു യുണീക്ക് ബീറ്റ ഡാഷിൻ്റെ എക്സിസ്റ്റൻസ് നമ്മൾ കാണിച്ചു. ഫോർ വിച്ച് we have this. അതായത് when you have a beta dash of this form, പ്രീവിയസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് എന്ത് പറയാം, ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ എന്ന് പറയാം. കാരണം അവിടെ പറയുന്നത് ബീറ്റയും ബീറ്റ ഡാഷ് ഉണ്ടെങ്കിൽ ആണ് ഈ റിസൾട്ട്സിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഓൾറെഡി ബീറ്റയും ബീറ്റ ഡാഷ് നമ്മൾ കാണിച്ചു with a corresponding p we are able to show. So from the previous theorem directly you can write down these two results. Okay, so this is how we showed the existence of a new basis beta dash, a unique ordered basis beta dash for which these conditions are valid. Okay, ഇനി വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ഒരു കേസ് ഉണ്ടല്ലോ, ഇവിടെ ചെറിയൊരു ഡിസ്കഷൻ വേണമെങ്കിൽ ഒന്നുകൂടി ആവാം. അതായത് span of that set is equal to, I think where I have written that, the previous, this is actually I think previous theorem, right? So we were proving നമ്മൾ കാണിച്ചത് ഈ പ്രൂഫിൽ, അതെ ഈ പ്രൂഫിൽ നമ്മൾ കാണിച്ചിരുന്നു. ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ച എനിക്ക് ഞാൻ എറേസ് ചെയ്തു. അതെ സോറി, ദിസ് വൺ സ്പാൻ ഓഫ് ബി ഈസ് ഈക്വൾ ബീറ്റ ഡാഷ് ഈക്വൾ ടു ബി നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് അല്ലേ. വി നീഡ് ടു ഷോ ദാറ്റ്. സോ വാട്ട് വി ഷോഡ് വാസ് സംതിങ് ലൈക്ക് ദിസ് സ്റ്റേജ്, സ്പാൻ ഓഫ് ബീറ്റ ഡാഷ് കണ്ടെയ്നിങ് ബി, റൈറ്റ്. സി ആക്ച്വലി ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഒരു വെക്ടർ സ്പേസ് ഉണ്ട് വി. ഓക്കെ, വിൻ്റെ ഒരു ബേസിസ് ആണ് ആൽഫ 1 ആൽഫ 2 സെക്ടർ ആൽഫ n. അപ്പോൾ ഈ ബേസിസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വിൻ്റെ ഒരു സബ് സ്പേസ് അല്ലേ, ഈ ബീറ്റ എന്ന ബേസിസ് ആണ്. നമുക്ക് കിട്ടിയ സ്പാൻ ഓഫ് ബീറ്റ ഡാഷ് ഇസ് കണ്ടെയ്ൻസ് ബീറ്റ എന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ ബീറ്റനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ വി തന്നെയല്ലേ. അപ്പോൾ സ്പാൻ ഓഫ് ബീറ്റ ഡാഷ് എന്താ, വി തന്നെയാണ്. ഓക്കെ, ദാറ്റ് വിൽ ബി ദ സിമ്പിൾ ആർഗ്യുമെൻറ്റ്. ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ സംഭവം ക്ലിയർ ആണ്. അപ്പം അങ്ങനെ നമുക്ക് നേരിട്ട് പറയാം, സ്പാൻ ഓഫ് ബീറ്റ ഡാഷ് പറഞ്ഞാൽ ഫുൾ ഓഫ് വി തന്നെയാണ്. ഓക്കെ, നമ്മൾ രണ്ട് കേസും കാണിച്ചപ്പോൾ നമുക്ക് അവിടെ എക്സിസ്റ്റൻസ് ഓഫ് ബീറ്റ ഡാഷ് കിട്ടി. ഓക്കെ, ഓർഡേർഡ് ബേസിസ് ബീറ്റ ഡാഷ് കിട്ടി. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു.